നമ്മുടെ മില്യൻ മലയാളി ക്ലബ്ബ് 1 കോടി മലയാളികൾ ഒരേ കുടക്കീഴിൽ വരുന്ന സംഭവം അത് കൊള്ളാമെന്ന് കരുതി പ്രവാസികളും ചില ആൾക്കാരുമൊക്കെ വാട്സപ്പിലൊക്കെ സന്ദേശം അയക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റുന്ന, പരസ്പരം ഊന്നുവടികളാകാൻ കഴിയുന്ന ഒരു സുഹൃത്ത് സംഗമമാണിത്. അതുപോലെ തന്നെ സാമ്പത്തികമായും ക്ലേശിക്കുന്ന ആളുകളെയൊക്കെ സഹായിക്കാൻ കഴിയുന്ന, അതുപോലെ വീടില്ലാത്തവർ സഹായിക്കാൻ കഴിയുന്ന, പരസ്പരം സ്നേഹിക്കാനും സല്ലപിക്കാനും സംഗമിക്കാനും ഒക്കെ കഴിയുന്ന ഒരു ക്ലബ്ബ് നമ്മൾ ഉണ്ടാക്കുന്നു. അത് ലോകത്ത് എമ്പാടും വ്യാപിച്ചു കിടക്കുന്ന 1 കോടി മലയാളികളുടെ സംഗമമാണെങ്കിലും നമ്മൾ പിടിക്കുന്ന ഈ വലിയ കുടയ്ക്ക് കീഴിൽ കയറുമ്പോൾ നമ്മൾ ഒന്നിച്ചാണ് എന്ന് തോന്നലുണ്ടാകും. അതിൽ എല്ലാവരും, അതിനകത്ത് കക്ഷി രാഷ്ട്രീയം, ജാതിമത വർണ്ണവർഗ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരേ കുടക്കീഴിൽ നമുക്ക് കഴിയാൻ പറ്റും മലയാളികൾക്ക്. മാത്രമല്ല നമ്മുടെ മഹാമനസ്കതയും അന്യരെ സഹായിക്കാനുള്ള നമ്മുടെ സ്നേഹവായ്പും കണ്ണീരൊപ്പാനുള്ള നമ്മുടെ ശ്രമങ്ങളും എല്ലാം ഫലവത്താകുന്ന ഒരു പ്രോജക്റ്റാണ്, ഒരു വിഷണറി പ്രോജക്റ്റാണ് മില്യൻ മലയാളി ക്ലബ്ബ്. പ്രേക്ഷകരെല്ലാം തന്നെ സൗജന്യമായി ഇതിൽ ചേരാം, യാതൊരു പണച്ചെലവുമില്ല. നമുക്കിതിനകത്ത് ആൾക്കാരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ടാകണം. അപ്പോൾ എല്ലാവരും MMCയിൽ അംഗങ്ങളാകുക. 24 മില്യൺ മലയാളി ക്ലബിൻ്റെ ഭാഗമായി ഗ്രാമപ്രദേശങ്ങളിലെ കുടുംബങ്ങളും രംഗത്തേക്ക് വരുന്നു. പത്തനംതിട്ടയിലെ തിരുവല്ല വള്ളംകുളത്തെ വീട്ടമ്മമാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ MMCയിൽ അംഗങ്ങളായി ചേർന്നു എന്നുള്ള സന്തോഷ വാർത്തയുണ്ട്. അവർക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേക നന്ദി. ഈ പ്രദേശത്തെ കൂടുതൽ ആൾക്കാരെ കൂട്ടായ്മയുടെ ഭാഗമാക്കുമെന്ന് ഇവർ പറയുന്നുണ്ട്. മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള തീരുമാനത്തെ വള്ളംകുളത്തുകാർ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു വള്ളംകുളം. 24-ന്റെ മില്യൺ മലയാളി ക്ലബിനെ കുറിച്ച് ഇനിയിപ്പോൾ അധികം ആരോടും കൂടുതലായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ തന്നെ അത് മലയാളികൾക്കിടയിൽ വലിയ തരത്തിൽ ഒരു സുപരിചിതമായി കഴിഞ്ഞു. പല ആളുകളും അതിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ നഗരപ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റ് വികസിത സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, അവരൊക്കെ ഇപ്പോൾ തന്നെ മില്യൺ മലയാളി ക്ലബിന്റെ ഭാഗമാണ്. അതിനിടയിൽ ഈ ഗ്രാമപ്രദേശത്തേക്ക് കൂടി അവിടെയുള്ള കുടുംബങ്ങൾ കൂടി മില്യൺ മലയാളി ക്ലബിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഞാനിപ്പോൾ പത്തനംതിട്ടയിലെ തിരുവല്ലയിലെ വള്ളംകുളം എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഇവിടെയുള്ള കുടുംബങ്ങളെ ഇങ്ങനെ ഈ മില്യൺ മലയാളി ക്ലബിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു, അവർ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 24-ന്റെ വലിയ ആരാധകർ കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരാണ് എനിക്കിപ്പം ഉള്ളത്. ഇപ്പോൾ ഈ മില്യൺ മലയാളി ക്ലബിനെ കുറിച്ച് ഞാനിവിടെ വന്നപ്പോൾ ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അപ്പുറത്തൊരാൾ പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആൻറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ മില്യൺ മലയാളി ക്ലബ്ബ് കൊണ്ട് ആൻറ്റിക്ക് എന്താ മനസ്സിലായത്? എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മലയാളികളെ എല്ലാം ഒന്നിച്ച് ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ആപ്ലിക്കേഷന്, ആ ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഒരു പരസ്പര സഹകരണമായിട്ട് മുന്നോട്ട് ആവശ്യക്കാരിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കുക. എന്ത് തോന്നുന്നു? ഇതിന്റെ ഭാഗമാകുന്നതിൽ സന്തോഷമുണ്ടോ? ഒരു പ്രോഗ്രാമാണിത്. ഇതിലേക്ക് എല്ലാ മലയാളികളെയും കേന്ദ്രീകരിച്ച് എല്ലാവരും അതിലേക്ക് എത്തുന്നതിലേക്ക് നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്നതിൽ വളരെയധികം സന്തോഷം. എന്ത് തോന്നുന്നു? ഫോണൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആളല്ലേ? അതെ, എക്സൈറ്റഡ് ആണ്. ഇങ്ങനൊരു പ്രോഗ്രാം, അതായത് 24-ന്റെ സൈഡിൽ നിന്ന് വരുമ്പം അത് വളരെ എക്സൈറ്റഡ് ആണ്. അപ്പം ഇങ്ങനൊരു പരിപാടി വരിക എന്നുള്ളതിൽ പങ്കെടുക്കുക എന്നുള്ളത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് അറിയത്തില്ല. അതെ, ജോയെ എന്ത് തോന്നുന്നു? ഈ ഒരു കാര്യത്തിൽ പങ്കാളിയാകുക എന്ന് പറയുന്നത്, കാരണം മലയാളികളെല്ലാം ഒറ്റ കൊടക്കീഴിൽ എന്നതാണ് 24-ന്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. കാരണം കോവിഡ്, പ്രളയം ഉൾപ്പെടെ എല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. അന്നേരം ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു സഹായം ലഭിക്കുക, കാരണം ഒന്നിച്ചെല്ലാവരും കൈ ഓർക്കുമ്പോൾ ആർക്കെങ്കിലും സഹായം ലഭിക്കുമ്പോൾ അതാണ് 24 ഉദ്ദേശിച്ച ഈ പ്രോഗ്രാമിന്റെ വിജയം. എന്താണ് പറയാൻ തോന്നുന്നത്? 2018 പ്രളയകാലത്താണ് ഇവിടുത്തെ ഒരു കഷ്ടത എൻ്റെ ഓർമ്മയിൽ തന്നെ ഞാൻ അറിയുന്ന ഒരു കഷ്ടത. അന്ന് ഈ ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഞങ്ങളുടെ പ്രയാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ഒരു ഉണർവാണ് 24-ന്റെ ഈ ഒരു ഇൻട്രസ്റ്റ് വന്നേക്കുന്നത്. 24 അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തേക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ ജനം സ്വീകരിക്കുമെന്ന് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അങ്ങേയറ്റം സന്തോഷമുള്ള എല്ലാവർക്കും ഉണ്ട്. അത് മാത്രമല്ല, രസമുള്ള കാര്യം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഒരു നഗരത്തിൽ നിന്നല്ല, ഒരു ഗ്രാമപ്രദേശത്ത് അവിടെയുള്ള വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് വിദ്യാർത്ഥികൾ, അവിടെ ജോലി നോക്കുന്ന മറ്റാളുകളൊക്കെ ഇതിന്റെ ഭാഗമാവുകയാണ്. ഒരു നാട്ടിലെ കൂട്ടായ്മ മൊത്തത്തിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഒരുമിച്ചുള്ള ഒരു കുടക്കീഴിലേക്ക് വരുന്നു എന്നുള്ള സന്തോഷമാണ് ഈ പറയുന്ന എല്ലാ ആളുകളും പങ്കുവച്ചത്. തിരുവല്ലയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.